കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ മദ്യനയം എപ്പോഴും ചർച്ചാ വിഷയമാകാറുണ്ട്. എന്നാൽ പുതിയ മദ്യനയം പുറത്തു വരുന്നതിന് തൊട്ടു മുൻപായി ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനം അപ്രതീക്ഷിതവും അത്യന്തം വിവാദവുമാണ്. സാധാരണഗതിയിൽ നയപരമായ ഇത്തരം തീരുമാനങ്ങൾ മുന്നണി യോഗങ്ങളിലും മന്ത്രിസഭയിലും വിശദമായി ചർച്ച ചെയ്ത ശേഷമാണ് നടപ്പിലാക്കാറുള്ളത്. എന്നാൽ ഇത്തവണ അത്തരം ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്ന ആരോപണമാണ് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയത്. 2025 സെപ്റ്റംബറിൽ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ അപേക്ഷ നൽകിയ ഈ പുതിയ മാറ്റം അപേക്ഷ നൽകി ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ അനുകൂലമായ തീരുമാനമുണ്ടായത് രാഷ്ട്രീയ നിരീക്ഷകരെ അത്ഭുതപ്പെടുത്തുന്നുമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് താല്പര്യമുള്ളതാണ് ഈ ഫയൽ അതിവേഗം നീങ്ങിയതെന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട്. എക്സൈസ് വകുപ്പും മുഖ്യമന്ത്രിയുടെ ഓഫീസും തമ്മിലുള്ള രഹസ്യ നീക്കങ്ങളിലൂടെയാണ് ഇത് സാധ്യമായതെന്നാണ് പ്രധാന ആരോപണം. ബാറുകളുടെ പ്രവർത്തന സമയം രാവിലെയും വൈകിട്ടും ഓരോ മണിക്കൂർ വർദ്ധിപ്പിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് വെറും ഒരു സമയമാറ്റം മാത്രമല്ല, മറിച്ച് മദ്യലഭ്യത 24 മണിക്കൂറിലേക്ക് എത്തിക്കാനുള്ള ഗൂഢനീക്കമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.